ഇന്ന് ഞങ്ങൾ അയൽവാസിയിൽ കുളം വറ്റിച്ചപ്പോൾ എല്ലാവർക്കും മീൻ തന്നിട്ടാ. അപ്പം ഞാൻ ആദ്യം എനിക്ക് മീൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുപോയി ഉണ്ടാക്കി തിന്നവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. ഞാൻ നേരെ വന്ന് 2 മീൻ ഞാനും വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോഴാണ് ഒട്ടും എനിക്ക് അറിയുന്ന ഒരു മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ഉണ്ടാക്കിയവരോട് ചോദിച്ചപ്പോൾ അവർ മാന്തളിൻ്റെ തോല് ചീന്തും പോലെ ചീന്തി എന്ന് പറഞ്ഞ് അവരെനിക്ക് 8ന്റെ പണി തന്നു. ഞാൻ എത്ര നോക്കിയിട്ടും ഇത് ചീന്താൻ പറ്റുന്നില്ല, ഇത് എന്ത് മീനാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് അമ്മേനെയാണ്. അമ്മേനെ വിളിച്ച് കാര്യം നടപടിയായില്ല. പിന്നെ ഞാൻ കെട്ടിയവനെ വിളിച്ചു. കെട്ടിയ വീഡിയോ കോളിലൂടെ കുറച്ച് ഐഡിയകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അയൽവാസി അവൾ മീനും വെട്ടി മസാലയും പെട്ടി വന്നിരിക്കുന്നു. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടാക്കിയവർ തിന്നതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പടച്ചോനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായി പോയിട്ടാ. എന്തായാലും വേണ്ടില്ല, നമ്മളത് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആദ്യം മുളക് പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്തു. പിന്നെ പച്ചവെള്ളത്തിൽ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയതിന് ശേഷം ഇത് ആ പലകപ്പുറത്തിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് മസാല വേണം. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ഞാൻ അരച്ചത്. അതിലേക്കൊന്ന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചൂടാക്കിയിട്ട് കൊടുത്തു. ഉണ്ടാക്കിയവരൊക്കെ അങ്ങനെയാണ് റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കാൻ വിചാരിച്ചു. നമുക്ക് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാല നമ്മുടെ മീനിൻ്റെ ഉള്ളിലേക്കും വയറിൻ്റെ ഉള്ളിലേക്കും ഒക്കെ കുത്തി തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏട്ടൻ വന്നിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 3:30 ഉച്ചയ്ക്ക് 2 മണിക്ക് ഇരുന്നതാണ്. അപ്പോൾ ഇനി